അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅ്മതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, BMCയുടെ മീഡിയയുടെ ബഹ്റൈൻ അഹ്ലൻ റമദാൻ പരിപാടിയിലാണ് നമ്മളുള്ളത്. എല്ലാവർക്കും റമദാൻ ആശംസകൾ നേരുകയാണ്. പരിശുദ്ധ റമദാൻ അതിൻ്റെ നാളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ സുഹൃതങ്ങളുടെ പൂക്കാലം, പുണ്യങ്ങളുടെ പൂക്കാലം, ധാരാളം ഉത്കൃഷ്ടമായ മൂല്യങ്ങൾ പെയ്തുകൊണ്ടിരിക്കുന്ന മാസം എന്നൊക്കെ നമ്മൾ പറയുകയും അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. റമദാൻ ഇതിനു മാത്രം എന്താണ് ഇത്ര ശ്രേഷ്ഠത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യ സമൂഹത്തിനാകമാനം വഴികാട്ടിയായിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമത്രേ റമദാൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞെടുത്ത് കാണാം, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമത്രേ റമദാൻ. അത് മനുഷ്യർക്കാകമാനമുള്ള വഴികാട്ടിയാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദ, അത് സത്യമാർഗം വിശദീകരിച്ചു തരുന്നതുമാണ്. വൽ ഫുർഖാൻ, സത്യ അസത്യ വിവേചനം അത് വേർതിരിക്കുന്നതുമായ വേദഗ്രന്ഥമാണ് ഖുർആൻ. അപ്പോൾ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. റമദാനിൻ്റെ പ്രത്യേകത ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഖുർആൻ അതാർക്കാണ് പ്രയോജനം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ്റെ പ്രാരംഭത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ കാണാം, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹ് ഹുദൽ ലിൽ മുത്തഖീൻ. അത് ആ വേദഗ്രന്ഥം അത് ഭക്തജനങ്ങൾക്കുള്ള മാർഗദർശനമത്രേ. അപ്പോൾ ഒരു വേള തന്നെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും തന്നെ സംരക്ഷിക്കുകയും തന്നെ പോറ്റി വളർത്തുകയും ലോകത്തെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹാശക്തി, ആ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുകയും അവൻ്റെ നന്മയിൽ പ്രതീക്ഷ അർപ്പിക്കുകയും അവൻ്റെ തിന്മയിൽ നിന്ന് ജാഗ്രതയോടെ വിട്ടുനിൽക്കുകയും ചെയ്യുന്ന നന്മച്ചുക്കളായ ആളുകൾക്കുള്ള വെളിച്ചമെത്രേ, പ്രകാശമെത്രേ ഖുർആൻ. അപ്പോൾ ഈയൊരു വെളിച്ചം, ഈയൊരു മാർഗദർശനം അത് ഭക്തജനങ്ങൾക്കുള്ള അങ്ങനെ ആയിത്തീരുമ്പോൾ ആ നന്മച്ചുക്കളായ ആളുകൾ അവരത്രേ ദൈവത്തെ സൂക്ഷിക്കുന്ന ആളുകൾ, സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾ. നോമ്പിലൂടെ എന്താണ് ആർജിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. അപ്പോൾ ദൈവഭക്തി കൈക്കൊള്ളുവാനാണ് വിശുദ്ധ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ റബ്ബ് സുബ്ഹാനഹു തആല ലോകസൃഷ്ടാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് റമദാനും ഖുർആനും തഖ്വയും ഒക്കെ പരസ്പര ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെ മനുഷ്യൻ അവൻ ലോകത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഏകനായ നാഥനെ അറിയുക, പടച്ചവനെ പൂർണ്ണമായി മനസ്സിലാക്കുക. ഇതുവഴി മനുഷ്യൻ എത്ര ദുർബലനാണ്, ഞാൻ എത്ര അശക്തനാണ്. ശക്തനായ ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് കിട്ടിയത് പോലും, എൻ്റെ കയ്യിലുള്ളത് പോലും അത് എൻ്റേതല്ല എന്ന് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. കാരണം അത് ഒരു വേള മനുഷ്യനെ അധമബോധത്തിലേക്ക് നയിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇതുവഴി എനിക്ക് വേണ്ടി തന്നെ നൽകപ്പെട്ടതാണ്, ഇത് എന്നിൽ നിന്നും മാറ്റിയെടുക്കുവാനും ദൈവത്തിന് കഴിയുമെന്ന് തിരിച്ചറിയാൻ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് അള്ളാഹു പോലും വിശുദ്ധ ഖുർആനിൽ മനുഷ്യർക്കാകമാനം ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മൾക്ക് ഈ ഭൂമിയിലുള്ള സകലതും, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള സകലതും ആർക്കു വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ പടപ്പുകളായ നിങ്ങൾക്ക് വേണ്ടി, മനുഷ്യ സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് അള്ളാഹു പറഞ്ഞു തരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ ഒരു വേള താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ അള്ളാഹു തനിക്ക് നൽകിയതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവൻ അറിയാതെ അവൻ്റെ അധരങ്ങളിൽ നിന്ന് പറഞ്ഞു പോകുന്നു സുബ്ഹാനല്ലാഹ്. അവനെ തസ്ബീഹ് ചെയ്യുന്നു, അവനെ പ്രകീർത്തിക്കുന്നു. അപ്പോൾ അള്ളാഹു ഒരു വേള വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഹുദൽ ലിന്നാസ്, മനുഷ്യ സമൂഹത്തിനാകമാനം വഴികാട്ടിയായിക്കൊണ്ട് അവതീർണമായ ആ ഖുർആൻ
അള്ളാഹുവിനെ പോലും പരിചയപ്പെടുത്തുന്നത് റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, മനുഷ്യരൊന്നടങ്കം അഭയം തേടേണ്ടവൻ, ഒന്നടങ്കം ആളുകൾ രാജാവായി കഴിയേണ്ട, രാജാധിപത്യം കൊടുക്കേണ്ടവൻ ആരാണ്? അവനാണ് ഇലാഹായ, അഭയം തേടേണ്ടവനായ, മനുഷ്യ സമൂഹത്തിൻ്റെ ഒക്കെ തന്നെ പരിപാലകനായ സൃഷ്ടാവ് അവനത്രയെന്നാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പോലും പരിചയപ്പെടുത്തുന്നത്. ആ അള്ളാഹു എന്ന മഹാശക്തി അത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ പോലും ആരാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കയിലുള്ള മുശ്രിക്കീങ്ങളായ ആളുകൾ പോലും പറയുമായിരുന്നു അള്ളാഹു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവാസ്തിക്യത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി തെളിവുകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് ദൈവത്തിൻ്റെ ആ സത്തയിലും അവൻ്റെ ഗുണങ്ങളിലും അവൻ്റെ വിശേഷങ്ങളിലുമൊക്കെ തന്നെ പങ്കുചേർക്കുന്ന ഇതരങ്ങളായ മറ്റുള്ള ദൈവത്തിന് തുല്യമായി കൽപ്പിക്കുന്ന ശക്തികളെ നിരാകരിച്ചുകൊണ്ട് ഏകനായ ലോകത്തെയൊക്കെ തന്നെ എല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമശക്തിയെ സൂക്ഷിക്കുക, അവൻ്റെ മാർഗദർശനങ്ങൾക്കനുസരിച്ച് ജീവിതം തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് വിശ്വാസികൾക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ലോകത്തിന് ശേഷം വരാനിരിക്കുന്ന ശാശ്വതമായ ലോകം, ഇതൊരു യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണങ്ങൾക്ക് ശേഷം, മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്, മരണാനന്തരം വേറൊരു ജീവിതമില്ല എന്ന കുടുസായ ചിന്താഗതി അല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതിനപ്പുറമായിക്കൊണ്ട് എനിക്ക് ശേഷം വരാൻ പോകുന്ന ആ ഒരു ലോകത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ മാർഗങ്ങളും ലക്ഷ്യങ്ങളും മനുഷ്യനെ മുന്നോട്ട് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനായിത്തീരുന്നത്. മനുഷ്യൻ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ്റെ ആദ്യത്തെ ആഹ്വാനം പോലും വായിക്കുക, വായനയിൽ തുടങ്ങിക്കൊണ്ടാണ് ഖുർആൻ 6600 ചില്ലാണം ആയത്തുകളുള്ള വിശുദ്ധ ഖുർആൻ. അതിൻ്റെ തുടക്കം തന്നെ ഇഖ്റ എന്നാണ്, വായന. ആ വായന എങ്ങനെ ആയിരിക്കണമെന്നും ഖുർആൻ പ്രവാചകനിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നാഥൻ്റെ നാമത്തിലായിരിക്കണം. അങ്ങനെ വായിക്കുമ്പോഴാണ് തിരിച്ചറിവുകൾ പകർന്നു തരുന്നത്. കേവലമായ ഒരുപാട് അറിവുകൾ നേടിയെടുക്കുക എന്നല്ല ഇസ്ലാം പറഞ്ഞു തരുന്നത്. ആ സൃഷ്ടാവായ നാഥൻ്റെ നാമത്തിൽ വായിക്കുമ്പോഴാണ് യഥാർത്ഥ അറിവുകൾ നമുക്ക് കിട്ടുകയുള്ളൂ, യഥാർത്ഥ തിരിച്ചറിവുകൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് കേവലമായ അറിവുകൾക്കപ്പുറമായിക്കൊണ്ട് ധാരാളം തിരിച്ചറിവുകളാണ്. ആ തിരിച്ചറിവുകൾ നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ പലപ്പോഴും അധർമ്മത്തിലേക്കും നാശത്തിലേക്കും കൊള്ളയിലേക്കും മറ്റുള്ളതിലൊക്കെ പോകുന്നത് എന്ന് നമ്മൾ കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റമദാനിൻ്റെ വേള യഥാർത്ഥത്തിൽ ഖുർആനെ പഠിക്കാനും ഖുർആനെ മനസ്സിലാക്കുവാനും കേവലമായ പാരായണങ്ങൾക്കപ്പുറമായി അതിൻ്റെ പഠനത്തിനും മനനത്തിനും ചിന്തകൾക്ക് കൂടി നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമുക്കൊക്കെ ദൈവം തമ്പുരാൻ എല്ലാ അർത്ഥത്തിലും തൗഫീക്ക് ചെയ്യുമാറാവട്ടെ, ഭാഗ്യം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.